ഗുഡ് മോർണിംഗ് കലാഫി, നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റ്. കഴിഞ്ഞ 31 സെഷനുകൾ നമ്മൾ ഫോക്കസിൻ്റെ ഏറെക്കുറെ മുഴുവൻ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, കാരണം അതിന് ഇനി ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മൈൽഡായിട്ടോ മോഡറേറ്റ് ആയിട്ടോ ഇൻറ്റൻസീവായിട്ടോ ഒക്കെയുള്ള ഒരുപാട് ഫോക്കസിൻ്റെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത്, ഡീവിയേഷൻസ് ഉണ്ടാക്കുന്നത്, അത് ഹാക്ക് ചെയ്യുന്നതോ ഹോക്സ് ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ, അതേപോലെ നമ്മളറിയാതെ നമ്മളുടെ ഫോക്കസുകളെ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഫോക്കസ് തെറ്റിക്കുന്ന പ്രധാന ശത്രുക്കൾ അത് അയൽവാസിയാണോ, വീട്ടിലുള്ളവരാണോ, നമ്മളുടെ ചിന്തകളാണോ, നമ്മൾ തന്നെയാണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. എൻ്റെ ഫോക്കസ്, ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഫോക്കസിന് ഒരു വിലയുണ്ടാവുള്ളൂ. ഫോക്കസ് എന്ന് പറയുന്ന വാക്കിനും ഫോക്കസ് എന്ന് പറയുന്ന പ്രവൃത്തിക്കും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആർക്കും ആവശ്യമില്ലാത്ത, ഒന്നിനും ഉപകാരമില്ലാത്തൊരു വാക്കായി പോകും ഫോക്കസ്. അല്ലെങ്കിൽ ഈ ഫോക്കസ് എന്ത് പിഴച്ചു ശരിക്കും? ആക്ച്വലി നമ്മളുടെ ഒരു പോരായ്മ കൊണ്ടല്ലേ ഫോക്കസ് അന്യാധീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ചളി പിടിച്ച് കിടക്കുകയോ ക്ലാവ് പിടിച്ച് കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഫോക്കസ്, ഞാനത് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ശരിയല്ലേ എന്ന്. ആ ആ ഒരു പ്രവൃത്തി, ആ ആക്ഷൻ അല്ലെങ്കിൽ ആ വേർഡിന് ശരിക്കും നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന് നിദാനമായ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെയാണ് നമ്മൾ അവഗണിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവഗണന ഏറ്റവും അധികം നേരിട്ട ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ഫോക്കസിങ്. നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രൈം ഫോക്കസ് അവനവൻ്റെ കാര്യങ്ങളാണ്. മെച്യൂർ ആവുന്ന ഒരാളോട് സമയത്തോടു കൂടി അയാളോടുള്ള ഫോഴ്സ്ഡ് ഫോക്കസ് എല്ലാം അവസാനിക്കും. ഇനി അയാൾ ഒറ്റക്ക് ഫോക്കസ് ചെയ്യണം. 13 വയസ്സായി പ്രായം തികഞ്ഞ മകളോ മകനൊക്കെ തന്നിലുണ്ടാകുന്ന മാറ്റവും ചേഞ്ചസും ഒക്കെ കണ്ട് ഞാൻ വളരെ വലിയ ആളായി, ഉത്തരവാദിത്തപ്പെട്ട ആളായി എന്നൊക്കെ പറഞ്ഞ് അച്ഛനോടും അമ്മനോടും ഒക്കെ വളരെ ശക്തമായി സംസാരിക്കുമ്പോഴും അച്ഛനും അമ്മയും വിചാരിക്കും മതി, ഇനി അവനെ ഫോഴ്സ് ചെയ്തത്, ലെറ്റ് ഹിം ലീവ് എലോൺ എന്ന് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളത് നാട്ടിലെ ഒരു സ്ഥിരം നടപ്പാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, വളർത്താൻ ഏറ്റവും സുഖം പെൺകുട്ടികളെയാണ്, വളർത്താൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ആൺകുട്ടികളെയാണ്. ഇനി അതിൻ്റെ സയൻസും സൈക്കോളജിയും എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഫോക്കസ്, ഫോഴ്സ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കേണ്ടത് ഫോക്കസിങ്ങിൽ സെൽഫ് ട്യൂൺഡ് ആവുന്നതോടു കൂടിയാണ് ശരിക്കും. നമ്മളെല്ലാവരും അവനവൻ്റെ ഫോക്കസിൽ സെൽഫ് ട്യൂൺഡ് അല്ലെങ്കിൽ പല പഞ്ചവത്സര പദ്ധതിയും ഒരു 20 വർഷ പദ്ധതി ആയാലും തീരൂല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാസം കൊണ്ട് തീരേണ്ട പരിപാടി 3 മാസം കൊണ്ട് തീരില്ല, ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 3 മാസം കൊണ്ട് തീരേണ്ടത് 6 മാസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ടോ തീരൂല. പല ഗവൺമെൻറ്റിൻ്റെയും 5 അല്ലെങ്കിൽ നമ്മളുടെ തന്നെ 5 പഞ്ചവത്സര പദ്ധതികളൊന്നും എത്ര പഞ്ചവത്സരം കിട്ടിയാലും തീരാത്ത അവസ്ഥയിൽ അങ്ങനെ നീണ്ടുപോകും. അപ്പം ഇതിന് ഒരു വര വരച്ചിട്ട് മുട്ടിച്ചിട്ട് ഡേറ്റ് ഇട്ട് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോകില്ല, അതിനുള്ളിൽ ഇനി ഉറങ്ങിയാലില്ലെങ്കിലും ശരി, ഉണർന്നാലും ശരി, എങ്ങനെയായിരുന്നാലും ശരി, ഇത് സംഭവിച്ചേ പറ്റൂ എന്നുള്ളിടത്തേക്കാണ് ഫോക്കസിന് പ്രവൃത്തി, ഫോക്കസിൻ്റെ വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തിക്ക് ശക്തി പകരാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ ഇതിന് സീനിയർ മെമ്പേഴ്സ്, പാസ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വയസ്സ് കൂടുതലുള്ള ആളുകളുണ്ടാവും ഇതിനകത്ത്, ഈ ഓഡിറ്റോറിയത്തിൽ. പാസ്പോർട്ടിൽ വയസ്സ് കുറവുള്ളവരും ഉണ്ടാവും ഇത് കേൾക്കുന്നവർ. ആരായിരുന്നാലും
തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തൻ്റെ മനസ്സും ശരീരവും തന്നോട് ഉപദേശിക്കുന്ന, ഞാൻ എനിക്ക് കുട്ടികളുടെ പ്രായമല്ല മുതിർന്നവരുടെ പ്രായമാണ് എന്നുള്ള ഫിസിക്കൽ റിയാലിറ്റി പറയുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വെച്ച ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അതിനു പകരം റഹ്മാൻ ക തൻ്റെ പാസ്പോർട്ടിൽ 70 വയസ്സാണ് അല്ലെങ്കിൽ 80 വയസ്സാണെങ്കിൽ അതിനെ ഒരു പകുതിയോ അതിൽ താഴെയോ കൊണ്ടുവന്നിട്ട് എനിക്കൊരു 25ആയി 30ആയി എന്നുള്ള രൂപത്തിൽ അതേ ആവേശത്തിലും അതേ സ്പീഡിലും അതേ വേഗതയിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. മറിച്ച് മുട്ടുവേദന ഉണ്ടെന്ന് വിചാരിച്ച് മുട്ടിനെ ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് പ്രവർത്തിച്ചാൽ മുട്ടിൻ്റെ സ്റ്റിഫ്നെസ് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോന്നും നമ്മൾ മെൻ്റലി പ്ലാൻ ചെയ്ത് അത് ഫിസിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ഫിസിക്ക് ആ രൂപത്തിലേക്ക് മാറിക്കൊടുക്കും. അതിനു പകരം ചുറുചുറുക്കോടെ ആക്ട് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയാൽ ബോഡിക്ക് അതൊന്നും അറിയാൻ കഴിയില്ല. അതിനാവശ്യമായ ഫുഡ് സപ്ലിമെൻറ്റും ഒക്കെ നേരത്തെയുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ കിട്ടും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്ത്, നമ്മുടെ ബ്യൂട്ടിയിൽ ഫോക്കസ് ചെയ്യുകയും നമ്മുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ, നമ്മുടെ മെൻ്റൽ എനർജിയിൽ ഫോക്കസ് ചെയ്താൽ, ഫിസിക്കൽ എനർജിയിൽ ഫോക്കസ് ചെയ്താൽ, പേഴ്സണൽ എനർജി സസ്റ്റെയിൻ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്താൽ, ആര് ലോകത്ത് എന്തൊക്കെ സംഭവിപ്പിച്ചാലും എൻ്റെ പേഴ്സണൽ എനർജിയെ ഫോക്കസ് ചെയ്യിപ്പിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിച്ച് അതിനകത്ത് ആരെയും അപകടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കൃത്യമായി ഫോക്കസ് ചെയ്താൽ പിന്നെ ആർക്കും അതിൻ്റെ കയറി ഒന്നും കളിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളാണ് നമ്മുടെ ഫോക്കസ് തെറ്റിക്കുന്നതിൽ പ്രധാന വില്ലൻ. കാരണം നമ്മളുടെ സെൻസിറ്റിവിറ്റി, നമ്മളുടെ എമോഷണൽ ഫെയിലിയേഴ്സ്, ഓവർ എമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ ബിഹേവിയേഴ്സ്. എന്നെപ്പോലത്തെ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സൗദി ആമ്പൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു അബൂബക്കർ സാഹിബ് ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് പറയും, എൻ്റെ മനസ്സ് വളരെ വീക്കാണ്, ഞാനൊരു ലോല ഹൃദയനാണ്, എൻ്റെ മുമ്പതൊന്നും അങ്ങനെ പറയല്ലേ നിങ്ങളെന്നൊക്കെ പറയും. തമാശയായിട്ട് പുള്ളി പറയുന്നത് ഇടക്കിടക്ക് മീറ്റിങ്ങുകളിലൊക്കെ പറയാറ്, സംസാരിച്ചിരിക്കപ്പെടും. ഞാൻ ആ വാക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാവാനുള്ള കാരണം ഐ ആം വീക്ക് ഇൻ എമോഷൻ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. എമോഷണലി നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ വീണ് പോകും. അങ്ങനെ ലോലഹൃദയനായി എമോഷണലി ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വീണ് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയതും വായിച്ചതിലൊക്കെ വിട്ടുപോയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരലൊക്കെ വലിയ ചലഞ്ചാവും. വരാൻ പറ്റില്ല എന്ന് അതിനർത്ഥമല്ല, വരാൻ പറ്റും. അപ്പോൾ എഴുതി ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഫോക്കസുകളും ഉണ്ടാക്കുക. അവനവൻ്റെ വാൾപേപ്പറിലൊക്കെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. നല്ലൊരു പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്തിട്ട് അത് ഫോണിൻ്റെ വാൾപേപ്പറാക്കി മാറ്റിയാൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ പേപ്പറിൽ അതേ സാധനം മാറ്റി എഴുതിയിട്ട് വീണ്ടും ഫോട്ടോ എടുത്തിട്ട് പേപ്പർ വീണ്ടും മാറ്റിയാൽ നമ്മളത് കാണും. നമ്മളെ കണ്ണിന് കാണുന്ന എന്തും, കണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, കണ്ണിൽ കിട്ടുന്ന എല്ലാ സാധനവും വേഗം അത് ബ്രെയിനിലേക്ക്, തോട്ട് സോണിലേക്ക് അയച്ചു കൊടുക്കും. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ടെക്നോളജിയിൽ കുറച്ച് സീനിയർ പൊസിഷനിലാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഇൻറ്റേർണൽ സെക്യൂരിറ്റീസിലെ തകരാറുകൾ ചെക്ക് ചെയ്യാനോ ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ പോവാൻ. അപ്പോൾ പറയും, മിനിസ്റ്റേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ഈ റിമോട്ട് സംഭവങ്ങളൊക്കെ, ഈ പിക്ചറുകളൊക്കെ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ടാണ് ആ ചിത്രത്തിൻ്റെ മുകളിൽ തിങ്ക് ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക. ഇതുപോലെയാണ് ഒരു ക്യാമറയാണ് നമ്മുടെ കണ്ണ്. ആ ചിത്രങ്ങൾ നമ്മളുടെ തോട്ട് സോണിൽ നിന്ന് ഡിസിഷൻ എടുത്തിട്ട് തിരിച്ചു വരും. ഇനി ആ തോട്ട് സോണിനകത്ത് ടൈം അലോക്കേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, മാർച്ച് 31 മുമ്പ് ഈ ഗ്രൂപ്പിനകത്ത് 1000 പേര് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ 1440 മിനിറ്റിനകത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 300 സെക്കൻഡ് അലോക്കേറ്റ് ചെയ്ത് ചിന്തിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്ത് അടുത്ത 60 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ച് അത് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യണം.
അത് ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരാളെയും നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിനും ടൈം അലോക്കേഷനും അത് വിസിബിൾ ആവുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അത് ടൈം ഇട്ടിട്ട് അത് ചെയ്ത് തീർക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുക. ഇത് പറയുമ്പോൾ ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ ഇത് പ്ലാൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും ചിന്തകൾ നിയന്ത്രിച്ച് നിർത്തി തൻ്റെ ഫോക്കസിലേക്ക് ട്യൂൺ ചെയ്യാതിരുന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ മരണശയ്യയിൽ കിടന്ന മക്കളെ വിളിച്ചിട്ട് എനിക്ക് ഖലീഫ ഉമറിനെ പോലെ ആവണമെന്നായിരുന്നു മക്കളെ ആഗ്രഹം, പിന്നെ നിങ്ങളെങ്കിലും ആവണമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മളും പോയാൽ പിന്നെ ആ പറഞ്ഞ കഥക്കൊരർത്ഥമില്ലാതാവും. അതുകൊണ്ട് ആ കഥയുടെ അപ്പുറത്ത് അങ്ങനത്തെ ഒരുപാട് ഖലീഫ ഉമർമാരാവാനുള്ള ന്യായബോധവും നീതിബോധവും സംഘബോധവും സ്നേഹബോധവും നേതൃബോധവും പരസ്നേഹവും പരസ്പര കാരുണ്യവും അങ്ങനെ ഒത്തിരി ബോധങ്ങളടങ്ങിയ ഒരു മഹാമനുഷ്യയാകാനുള്ള ഫോക്കസിലേക്ക് നമ്മളുടെ കണ്ണടകളും ക്യാമറകളും ഒക്കെ തിരിച്ചു വച്ചാൽ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഖലീഫ ഉമറിനെ പോലെ റിനയൻസൻസ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിഗംഭീരമായ വിപ്ലവങ്ങൾ നടത്തിയിട്ടുള്ള മഹാമനുഷ്യരെ പോലെ നമുക്ക് പറ്റുമെന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാകുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അതിനാവശ്യം അലോക്കേഷനാണ്. സമയം അലോക്കേറ്റ് ചെയ്യുക, ആക്ഷനുകളിലേക്ക് ഇറങ്ങാൻ സാധിക്കുക. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള ചിന്തയും പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ ശക്തമായി ഇൻറ്റൻസീവായി പ്രകടിപ്പിക്കുകയാണ് നിങ്ങളോടൊക്കെ ഈ സന്ദർഭത്തിൽ ഊന്നി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഏതായിരുന്നാലും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും മികച്ച ഫോക്കസിലും ഒരു ശക്തമായ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായികളായി മുന്നോട്ട് പോകാൻ ഓറഞ്ച് ആപ്പിളിലെ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലെറ്റസ് ഫോക്കസ് മോർ ഇൻറ്റൻസീവ്. വളരെ ഇൻറ്റൻസീവായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. വളരെ ശക്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചേഞ്ചസിന് വേണ്ടി ഫോക്കസ് ചെയ്യാം. ഇയർ ഓഫ് ഫോക്കസ് 2025 മികച്ച കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അത്ഭുത വർഷമായി നമുക്ക് ഓരോരുത്തർക്കും മാറട്ടെ എന്ന് ഈ ഫെബ്രുവരി 1 ഈ പ്രഭാതത്തിൽ ദുബായിൽ നിന്ന് രാവിലെ 5 മണിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ച ദൈവത്തിന് നന്ദി. കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. താങ്ക് ഗോഡ്. ലവ് യു ആൾ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. വളരെ ചിന്താർഹമായിട്ടുള്ള കുറെ വാക്കുകളാണ് സാറ് ഇന്ന് രാവിലെ തന്നത്. ചിന്തകൾ നിയന്ത്രിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം. മറിച്ച് വയ്യാതെ കിടക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ആകാമായിരുന്നു ഇങ്ങനെ ആകാമായിരുന്നു എന്ന് ഖേദിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന നല്ലൊരു ഫോക്കസിന്റെ രൂപം ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ കിട്ടി എന്ന് തന്നെ പറയാം. വളരെ സന്തോഷം. എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ സർ.